അച്ചായി കാപ്പി റെഡി. ഇന്നലെ എപ്പോൾ എത്തിയെന്ന് വല്ല ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. ഇന്നലെ ഒരു തുള്ളി കഴിച്ചിട്ടില്ല. അതാ ഭയങ്കര ക്ഷീണം. നിനക്കറിയാലോ, കഴിച്ചു തുടങ്ങിയ പിന്നെ ആരെങ്കിലും എന്നെ എടുത്തുകൊണ്ട് വരണം. നീ ഇവിടെ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാനായി ഒറ്റപ്പെട്ട പോലെ. നമ്മൾ രണ്ടാളും കൂടി ആ പാടത്തൂടെ അങ്ങനെ പിച്ച വെച്ച് വരുന്നത് ഒരനുഭവം തന്നെയല്ലടാ. ഞാൻ പാമ്പും നീ പാമ്പാട്ടിയും. അപ്പോൾ ദിവസം നടക്കണമൊക്കെ നല്ല നിശ്ചയമുണ്ടല്ലേ? അച്ഛൻ്റെ സന്തോഷം സമ്പാദ്യമൊക്കെ നീയല്ലേ. പ്രാണൻ്റെ പ്രാണനായി ഇവള് പോകുമ്പോൾ എൻ്റെ പ്രതീക്ഷ മുഴുവൻ നിന്നിലായിരുന്നു. ഇനി നിനക്കും എന്നെ മടുക്കുമ്പോൾ അച്ഛയോട് പറഞ്ഞാൽ മതി. അപ്പോഴേക്കും പിണങ്ങിയോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നമ്മളിങ്ങനെ ജീവിക്കും, ഇണങ്ങിയും പിണങ്ങിയും തമാശയൊക്കെ ആയി കൂട്ടുകാരെ പോലെ. രാവിലെ തന്നെ വേറെ തുടങ്ങിയല്ലോ, പോയൊന്ന് ചാർജ് ചെയ്തിട്ടോ. അത് ശരിയാ. ആദ്യം പോയി നാവിന് ശുദ്ധി വരുത്താം. ആ മേലെടുത്ത് കർണേൻ്റെ മുള്ള കല്യാണ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. ആ ശരി. കണക്കെഴുതി വെച്ചോ, ഇന്നും പോക്കറ്റിൽ നിന്ന് 50 രൂപ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഈ ക്ലബിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ വരുന്ന ഒരു വർഷത്തേക്ക് നാം സഞ്ചരിക്കേണ്ട കർമ്മത്തിൽ ഒരു അജണ്ട സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ പരമമായ ലക്ഷ്യം അന്ധനും സുഹൃത്തുമായ ഉണ്ണി എന്ന യുവാവിനെ സംബന്ധിച്ചുള്ളായിരുന്നു. ഒരായുഷ്കാലം മുഴുവൻ കണ്ണിൽ നിറയുന്ന അന്ധകാരത്തിലൂടെ ഈ ലോകത്തിൻ്റെ ഇരുളിമ മാത്രം അനുഭവിക്കുക എന്നുള്ളത് വളരെ വേദനാജനകമായ ഒന്നാണ്. അതിൽ നിന്നും ഉണ്ണിയെ രക്ഷിക്കാൻ നമുക്ക് കഴിയണം. കണ്ണൻ എന്നുള്ള ഡോക്ടർ കാണാൻ പോയിട്ട് എപ്പോൾ എത്തി? ഒരു 12 കാണും. എന്നാൽ ആളെ കാണാൻ പറ്റി. നല്ല മനുഷ്യനാ. ഡോക്ടർ രാമമൂർത്തി. 1.5 ലക്ഷത്തോളം ചെലവ് വരുന്ന ഓപ്പറേഷൻ 1 ലക്ഷം കൊണ്ട് ചെയ്യാമെന്ന് ഏറ്റു. പകരം കണ്ണിൽ ലഭിച്ചാലുടനെ ഓപ്പറേഷൻ ഞങ്ങൾ അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയോ? അതിപ്പോൾ ആരോടാ ചോദിക്കുക? ആരോട് ചോദിച്ചാലും തരില്ല. അല്ല, അവരെ കുറ്റം പറയാനും പറ്റില്ല. തിരിച്ചു കൊടുക്കാനൊരു മാർഗം വേണ്ടേ? അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കണ്ട, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇതുവരെ മനസ്സിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറയുമ്പോൾ എനിക്കൊരു തോന്നല്, മനസ്സിലിങ്ങനെ എന്തൊക്കെയോ സ്വപ്നങ്ങൾ ഉണ്ടാവണ പോലെ. അമ്മയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല, എന്നാലും ഉള്ളിൽ ഞാനൊരു ചിത്രം വരച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കാണണം. ആ കാരുണ്യക്കടലിൽ എനിക്കിന്ന് തൊഴുത് നമസ്കരിക്കണം. എല്ലാം ശരിയാവണേ, ഞങ്ങളും അതിനുള്ള ശ്രമത്തിലല്ലേ. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാണ്. പല മേഖലയിൽ നിന്ന് സഹായ വാഗ്ദാനം ലഭിക്കുന്നുണ്ട്. എന്നാലും അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് കാടിയാറണ്ട, എല്ലാം ശരിയാവും. മറ്റൊന്ന് സംസാരിക്കാനെങ്കിൽ പിരിയാം. എന്നാ ഇറങ്ങാം. പോണേ, ഇന്നലെ വീട്ടിൽ നേരത്തെ എത്തണം. ആ, ഒരു കുപ്പി കള്ളു കൂടി. എന്താടാ കള്ളിന് വല്ലാത്ത ചുരുക്ക്? വരവല്ലേ, പിന്നെ എന്തൊക്കെ വിഷം ചേർത്ത് ഉണ്ടാക്കണമെന്ന് ആർക്കറിയാം. അത് നീ എന്നെ പഠിപ്പിക്കണ്ട. വേണമെങ്കിൽ നാളെ ഞാൻ ചാവണത് നിന്റെ കൈ കൊണ്ടായിരിക്കും. എന്നാൽ അന്തിക്കള്ളായിരുന്നവൻ എനിക്ക് ദൈവാ. ആ, നീ ആ പുതിയ എടുക്ക്. കല്ലിന് നല്ല ചുരുക്കുണ്ട്. ശരിയല്ലേ? ശരിയാ, നല്ല ചുരുക്കുണ്ട്. ജോസേട്ടാ, മീൻകറിയില്ല, ബീഫ് എടുക്കട്ടെ? പകരേട്ടാ, എന്നും ഇങ്ങനെ പൊതി കൊണ്ടുപോയി കഴിച്ചാൽ മതിയോ? കണ്ണോടൊരു കല്യാണം കഴിക്കാൻ പറ. വീട്ടിലൊരാളായല്ലോ. നോക്കാം. ആ, ഇന്നെന്ത് നേരത്തെ തീർന്നു? നേരെ സന്ധ്യയില്ലേ, നേരത്തെ പോവാം. ആ ശരി, ഓക്കെ, ഞാനൊന്ന് വിളിക്കാം. എന്റെ കണ്ണ, നീ എന്നാ അങ്ങോട്ടേക്ക് ഇറങ്ങാം? ഇവിടുത്തെ പണി കഴിഞ്ഞ അടുത്ത ജോസന്റെ കൊട്ടാരോ? നീ എന്താ കളിയാക്ക? 10 വർഷം ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടതിന്റെ ആകെയുള്ള സമ്പാദ്യം. ഞാനൊരു നമ്പർ ഇട്ടല്ലേ, സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ജോസന്റെ സൗകര്യം പോലെ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം.
അതിനെ ഞാൻ എന്തിനാടാ, നീ തന്നെ എല്ലാം ചെയ്താൽ മതി. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസം. അതല്ല, ഏത് നിറത്തിലുള്ള സാധനമാണെന്ന് ജോസേണ്ണ ഒരു ഐഡിയ ഉണ്ടാവല്ലോ. നിന്റെ ഇമാജിനേഷനുള്ള സാധനങ്ങൾ എടുത്താൽ മതി, അത് നന്നായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ ദുബായിലെ എന്റെ കമ്പനിക്ക് ആളെ ആവശ്യമുണ്ടെന്ന്, നീ പോരുന്നോ? വേണ്ട ജോസേട്ടാ, ഞാൻ പറയാം. നീ അപ്പൊ വീട്ടിലെത്തിയ സാധനങ്ങൾക്കുള്ള പൈസ മേടിച്ചോണ്ട് നോക്കോ. ഞാൻ എറണാകുളം വരെ പോവാ, വൈകിട്ടുണ്ടാവില്ല. ആ ഞാൻ വരാം. ശരി. അച്ചായി, അച്ചായി, ഈ രാവിലെ തന്നെ ഇതെവിടെ പോയി? എന്താടാ? അത് ശരി, ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇന്ന് പണിക്ക് പോണ്ടേ? ഇന്ന് പണിയില്ല. രാത്രി ഉറങ്ങിയപ്പോ ഒരുപാടായി. ഓരോന്ന് ചിന്തിച്ചപ്പോ ഉറക്കം വന്നില്ല. എന്തെത്ര പുതുതായി ചിന്തിക്കാൻ? എന്തൊക്കെയോ ചിന്തിച്ചു, ഒന്നും വ്യക്തമല്ല. ഇന്നലെ പയ്യന്റെ കാര്യത്തിന് MLA കാണാൻ പോയിട്ട് എന്തായി? ആ നടക്കില്ല. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അത്ര ഇവരെ കാണാൻ പറ്റൂ. തിരുവനന്തപുരത്താണത്രേ. 1 മാസം കഴിഞ്ഞ് ആളെത്തൂ. കണ്ണാ, കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. നീ വെറുതെ കൊച്ചിന് മുഖങ്ങൾ കൊടുക്കരുത്. കണ്ണിന് കാഴ്ച കിട്ടുന്ന പ്രതീക്ഷയിലെ അവനിപ്പോ ഓരോ സ്വപ്നങ്ങൾ നീയായിരിക്കും. പൈസ ഒരു ഇതൊക്കെ അത് നടത്തണം. എന്റെ സ്വപ്ന കാശ് ചെലവേത തെളിച്ചം കിട്ടെങ്കിൽ അവന് ഈ ലോകം കാണട്ടെ. നീ രാവിലെ തന്നെ എവിടേക്കാ? ഞാനിത്തിരി നേരത്തെ ഇറങ്ങാം. 2 ദിവസം കൊണ്ട് അവിടുത്തെ പണി തീർക്കണം. പിന്നെ കാശിനാവശ്യം ഉണ്ടെങ്കിൽ അവിടെ എറി നിർത്തും. ആരാ? ഞാനടാ. ആ നീയായിരുന്നോ? വാ കയറിയിരിക്ക്. ഞാൻ നിന്നെ കാണുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താടാ, എന്താ കാര്യം? വെറുതെ ഇരുന്ന് മടുത്തടാ. നീ എനിക്കെന്തെങ്കിലും പണി ഒപ്പിച്ചു തരുമോ? എന്ത് പണി? എനിക്ക് ചെയ്യാൻ കഴിയണ എന്തെങ്കിലും ഒരു പണി. ഞാൻ ആലോചിച്ചിട്ട് ലോട്ടറി കച്ചവടം എനിക്ക് ചെയ്യാൻ പറ്റും. അതാവുമ്പോൾ നമ്മൾ സ്ഥിരം പോണ വഴിയെ പോയാൽ മതിയല്ലോ. നിനക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ചെയ്യാം. അമ്മ എത്തിയില്ലേ? പണി കഴിഞ്ഞ് വന്നു. കടയിൽ പോയേക്കാ. സന്ധ്യ ആവാറായതുകൊണ്ട് എന്നെ ഒറ്റയ്ക്ക് ഇവിടെ അമ്മയ്ക്കൊരു പേടി. എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടു എന്ന് പറഞ്ഞ അന്ന് മുതൽ അമ്മ വലിയ സന്തോഷത്തില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണത്താൽ അത് നടന്നില്ലെങ്കിൽ ആ കാര്യം നീ അമ്മോട് പറയരുത്. എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അമ്മയുടെ സന്തോഷം ഞാൻ അറിയണത്. കണ്ണില്ലേലും എനിക്കറിയാം ആ മനസ്സ്. എല്ലാം ശരിയാവൂടാ. ഓപ്പറേഷനുള്ള കാര്യങ്ങളെല്ലാം ശരിയായി വരുന്നുണ്ട്. അതുവരെ ഡോക്ടർ തന്നിരിക്കുന്ന മരുന്ന് മുടങ്ങാതെ കഴിക്കണം. അധികം വൈകാതെ നീയും കാണും ഈ മണ്ണിലുള്ള എല്ലാ സ്വർഗങ്ങളും. കൊതിപ്പിക്കലടാ. നീ ഇങ്ങനെ പറയുമ്പോൾ അറിയാതെ ഞാനൊന്ന് കണ്ടുപോവാ എൻ്റെ മനസ്സിലെ നിറമില്ലാത്ത സ്വപ്നങ്ങളെ. നേരെ സന്ധ്യടാ. അച്ചായി എന്നെയും കാത്ത് കടയിലിരിക്കണ്ടാവും. പോട്ടെ. കണ്ണാ, ഞാൻ പറഞ്ഞ കാര്യം നീ മറക്കരുത്. ഒരുപാട് ചെലവ് വരുമെന്ന് എനിക്കറിയാം. എന്നാലും ഒരിക്കൽ ഞാൻ തിരിച്ചു തരാടാ. ഞാൻ നാളെ തന്നെ പോയി ഏതെങ്കിലും ഏജൻസിയെ കാണാം. അടുത്ത ദിവസം തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് നടത്താം. പോരെ? ആ ശരി. ആ പുസ്തകം ഇതുവരെ എത്തില്ലേ കുഞ്ച? ഏത് പുസ്തകടാ? നമ്മുടെ കർണൻ PK ബാലകൃഷ്ണന്റെ. അത് ഒട്ടത്തില്ല. തിരിയെത്തുമ്പോൾ നിനക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാം. പോരെ? ഓ, 6 മാസത്തോളം ഞാൻ അത് അന്വേഷിക്കുന്നു. അതൊന്ന് വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനായ കഥാപാത്ര, അതേസമയം തന്നെ ഏറ്റവും ദൗർഭാഗ്യം. കണ്ണാ, ആ നീ എത്തിയോ? എങ്ങനെയുണ്ട് പുതിയ ബിസിനസ്? എത്ര ഉണ്ടെന്നൊന്നും ഞാൻ നോക്കിയില്ല. നീ ഒന്ന് എണ്ണി നോക്കി. ₹800 ഒരു ദിവസം കൊണ്ട് തന്നെ നീ മാർക്കറ്റ് പിടിച്ചെടുത്തല്ലോ. അത് വേണ്ട, ടിക്കറ്റ് എടുത്തിരുന്നത് നീയല്ലേ. ഈ പൈസ നീ തന്നെ വെച്ചോ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പണിയെടുത്തുണ്ടാക്കിയ കാശാ. ഇത് കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കാൻ എനിക്ക് പേടിയാ. ഇന്നാ മനസ്സ് ഒരുപാട് വേദനിക്കും. എനിക്കിത് കൂലിയാണെങ്കിലും അമ്മയ്ക്കറിയാം ഇതൊക്കെ ആരും എനിക്കറിഞ്ഞൊരു ദാനമാണെന്ന്. സഹതാപത്തിന്റെ ചില്ലറ തുട്ടുകൾ. നീ എന്തിനാ വെറുതെ ഓരോന്ന് ചിന്തിക്കണേ? പൈസ കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷവും. കണ്ണാ,
കേട്ടറിവുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും മാത്രമേ അതിൻ്റെ തീവ്രത നമ്മൾ അറിയൂ. ഇന്ന് ഞാൻ അറിഞ്ഞു, സ്വന്തം കണ്ണുകളിലൂടെ മനുഷ്യൻ മനുഷ്യനെ അളക്കുന്ന അളവുകോലിൻ്റെ മാനദണ്ഡം. നീ ഇത്ര ഇമോഷൻ ആവാൻ എന്താ സംഭവിച്ചേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? അതൊന്നും സാരമില്ലടാ. നീ മുൻപ് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഈ പണി ശരിയാവില്ലെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ ലോകത്ത് പരസ്പരം മനസ്സിലാക്കാൻ കഴിവുള്ളവർ കുറച്ചേ ഉള്ളൂ. മറ്റുള്ളവരുടെ ദുഃഖത്തിലാ അവരുടെ സന്തോഷം. അത് നിന്നെ അറിയിക്കേണ്ടെന്ന് കരുതിയാ ഞാൻ എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിന്നേ. ഇന്ന് എനിക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഈ തൊഴിൽ ഞാനങ്ങ് തുടരാൻ തീരുമാനിച്ചു. ജീവിക്കണ്ടേ? അത് നന്നായി. ഇന്ന് മീറ്റിംഗ് ഉള്ളതാ, അവരെത്താറായി. അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു കമ്മിറ്റി വിളിക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അവരെ കണ്ടിട്ട് തന്നെ കുറേ ദിവസങ്ങളായി. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനായിരിക്കും. ആ, അതൊക്കെ കേറി പറയാടാ. എല്ലാവരും നേരത്തെ എത്തിയല്ലേ? ആ ഏ ആദ്യമായിട്ടാണ് എല്ലാവരും കമ്മിറ്റിക്ക് എത്തണേ. ഇന്ന് ഫുൾ കോറാ. കഴിഞ്ഞ മിനിറ്റ്സ് വായിക്കാൻ നിൽക്കണ്ട കാണാ. ഇന്നിവിടെ കൂടിയാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ പറയാം. എല്ലാ വർഷവും ഈ സമയത്ത് നമ്മളൊരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാറുണ്ട്. ഈ വർഷത്തെ പ്രോഗ്രാമിനെ പറ്റി ഞങ്ങൾക്കൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എല്ലാ കൊല്ലവും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങൾക്ക് പരിമിതമായ പരിധികളാണുള്ളത്. ആ സോൾ നമ്മൾ അച്ചീവ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ വർഷത്തെ നമ്മുടെ ലക്ഷ്യം ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അതിലേക്ക് എത്തിച്ചേരാൻ ഇനിയും നമുക്ക് സാധിച്ചിട്ടില്ല. ഒരു ടൂർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിനേതാണ്ട് 10,000 രൂപയോളം ചെലവ് വരും. ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു പാഴ്ചെലവാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രസന്നമായി സഹകരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഏക നേട്ടം ഇങ്ങനെയുള്ള ടൂർ പ്രോഗ്രാമുകളാണ്. അത് ഒഴിവാക്കേണ്ടതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഇത് അനിയുടെ മാത്രം അഭിപ്രായമാണ്. അതിൽ ഞങ്ങളൊന്ന് പരാമർശിക്കേണ്ടതില്ല. അനി പറയുന്നത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. അത് ശരി, എല്ലാവരുടെ അഭിപ്രായം അതാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്നാലും കണ്ണ, അവർ പറഞ്ഞാൽ ശരി. നമ്മുടെ പ്രോഗ്രാം മുടങ്ങേണ്ട അവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല. ഇതിനു വേണ്ടിയാണ് മീറ്റിംഗ് വിളിച്ചെങ്കിൽ നമുക്ക് പിരിയാം. തീയതി പിന്നീട് തീരുമാനിക്കും. വേടാ പോവാം. ടൂർ കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ ഓപ്പറേഷനൊക്കെ പിന്നോട്. നിനക്ക് വിഷമമായോ? അതല്ലടാ, ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാനും മുൻപേ ചിന്തിച്ചിരുന്നതാ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാനും ആശിച്ചു. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആകെ ഒറ്റപ്പെട്ട പോലെ. ഇതുവരെ മുന്നിൽ നിന്ന് പട നയിക്കാൻ നിങ്ങളെനിക്കൊരു പടച്ചട്ടയായിരുന്നു. പിന്നിൽ ആയിരക്കണക്കിന് യോദ്ധാക്കളുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. എല്ലാം വെറുതെ. ഇതിപ്പോൾ രണഭൂമിയിൽ നിൽക്കുന്ന സൂതപുത്രനെ പോലെ. അത് നിന്റെ തെറ്റാ. എനിക്ക് ലോകപരിചയം തീരെ കുറവാ. എന്നാലും താങ്ങായി നിൽക്കുന്നവരെല്ലാം തണലായി വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. മനുഷ്യ മനസ്സുകളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വകാര്യതകളുണ്ട്. ആ സ്വകാര്യതയാണ് അവരുടെ വ്യക്തിത്വം. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമോ? എന്താ കാര്യം? ഇതുവരെ നീ ജീവിച്ചതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാ. ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കണം. എനിക്ക് വേണ്ടി മറ്റുള്ളവരുമായ സംസാരത്തിന് പോകരുത്. ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇരുട്ട് മാത്രം നുണഞ്ഞു ജീവിക്കുന്ന എനിക്ക് അതൊരു ശീല. സ്വപ്നങ്ങൾ കാണാൻ പോലും എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ദൗത്യത്തിൽ നിന്ന് നീ പിന്മാറണം. നിന്റെ മനസ്സിൽ സ്വപ്നങ്ങളുടെ വെള്ളിത്തിര ചലിപ്പിച്ചത് ഞാനാ. എനിക്കറിയാം പച്ചമണ്ണിലെ കേട്ടറിഞ്ഞ രൂപങ്ങളുടെ പൂർണ്ണത നീയും ആഗ്രഹിച്ചാണെന്ന്. അത് നടക്കും. ഇനിയിപ്പോൾ പാളയത്തിൽ ഞാൻ തനിച്ചാണെങ്കിലും നിന്റെ തുണയ്ക്കായി ഈശ്വരന്മാർ എനിക്ക് കരുത്തേക്കും. നീ വാ. പതുക്കെ. കുമരട്ടാ, അച്ഛനൊന്നും വന്നില്ലേ? അച്ഛനെന്ന് കണ്ടില്ലല്ലോ കണ്ണാ. എവിടെ പോയി? എങ്ങും പോണ കാര്യം പറഞ്ഞില്ല. എവിടെ പോയാലും സമയത്ത് വീട്ടിലെത്തുന്ന ആളാ. ഇന്ന് മറ്റെന്തെങ്കിലും കോൾ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും അച്ഛൻ്റെ 10 വോട്ട് എടുത്തോ. പിന്നെ പൈസ എടുത്തില്ല കുമാരേട്ടാ, നാളെ തരാം. ഞാൻ അതിന് നിന്നോട് കാശ് ചോദിച്ചില്ലല്ലോ കണ്ണാ. ഇനി നീ അത് തന്നില്ലെങ്കിലും ഞാൻ ചോദിക്കാൻ പോണില്ല. ദാ. ഇവിടെ ആരാ കപ്പ ചോദിച്ചേ? ഇന്നത്തെ പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ? ഞാനാകെ പേടിച്ചുപോയി. ഷാപ്പി കാണാതായപ്പോ എവിടെയെങ്കിലും പാമ്പായിട്ടുണ്ടാവുന്ന വിചാരിച്ചേ. പൈസ ഇല്ലെങ്കിൽ ആ ഡയറിയിൽ നിന്ന് എടുക്കാറുന്നില്ലേ? കാശില്ലാഞ്ഞിട്ടല്ലടാ, കുഴക്കൊരു വേദന. ഈ പാടവും ചെളിയും ചവിട്ടി കയറാൻ വയ്യ. കാലിന് നീരുണ്ടല്ലോ, ഉളുക്കിയതായിരിക്കും. അല്ലെങ്കിൽ ഇരുട്ട് വീണ പിന്നെ എഴുന്നേലും നടപ്പ്.
പുളിക്കിയതായിട്ടൊന്നും ഓർമ്മയില്ല. പിന്നെ പഴമക്കാർ പഴഞ്ചൊല്ല് പറയും, പാദം കണ്ട നേരെ തടിയും കൊണ്ട് പോകുന്നു. ഓ, ഈ നീരിനൊന്നും അച്ചായ കൊണ്ടാൻ പറ്റില്ല. ചിരഞ്ജീവിയല്ലേ. പിന്നെ പതിവ് മുടക്കിട്ടില്ല. സാധനം എന്നാ പിന്നെ പാടത്തേക്ക് പോവാ. ആ. അല്ലെങ്കിൽ വേണ്ട അച്ചായ, പാടത്തേക്ക് വേണ്ട, എന്നാ പുഴക്കരയിലേക്ക് പോവാം. അങ്ങടേക്കാണേ അങ്ങടേക്ക്. ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. നീയായിരുന്നു അതിൽ നിറയെ. അച്ചായില്ലായിരുന്നു അതില്. എന്താ കണ്ടതെന്ന് പറ. എൻ്റെ മരണശേഷമുള്ള കഥയാണ്. ഭൂമിയിലെ സൽക്കർമ്മങ്ങളുടെ ഫലമായി സ്വർഗത്തിൽ എനിക്കൊരു ദേവൻ്റെ സ്ഥാനം ലഭിക്കുന്നു. മണ്ണിലെ നന്മകൾക്ക് വേണ്ടി തപസ്സനുഷ്ഠിക്കണം എന്നതാണ് എൻ്റെ ധർമ്മം. ഞാൻ നിന്റെ കാര്യം ദേവസന്നിധിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ദേവനായതുകൊണ്ട് എനിക്ക് വരം തരുവാനുള്ള കഴിവുമുണ്ട്. പക്ഷേ ഭൂമിയിൽ വരാനുള്ള അധികാരമില്ല. അച്ചായ എന്നിട്ട് എന്ത് ചെയ്തു? എനിക്ക് വരം തന്നോ? എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. ഒടുവിൽ എനിക്കത് അനുവദിച്ചു തന്നു. ഒരു നിബന്ധന: വർഷത്തിലൊരു പ്രാവശ്യം എനിക്ക് ഭൂമിയിൽ ഇതേ രൂപത്തിൽ വരാം. ഒരു ദിവസം മാത്രം. അതിനുശേഷം തിരിച്ചു പോകണം. എനിക്ക് വരം തരുവാനുള്ള ശക്തി നഷ്ടപ്പെടും. എന്നാലും ഞാൻ നിന്നെ കാണാൻ വരുന്നു. ആഘോഷത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും ഒരു ദിവസം. മടങ്ങിപ്പോകുവാൻ സമയമായപ്പോൾ ഞാനാകെ തകർന്നുപോയി. നിന്നിൽ നിന്നും പിരിഞ്ഞു പോകാൻ എനിക്ക് കഠിന ശ്രമം തന്നെ വേണ്ടി വന്നു. ഒടുവിൽ ഞാൻ ദേവസന്നിധിയിലെത്തി. ഇനി ഒരിക്കലും നിന്നെ കാണുവാൻ എനിക്ക് കരുത്തുണ്ടാവില്ല. ആഗ്രഹമില്ലായിട്ടല്ല, തിരിച്ചു പോകുമ്പോഴേക്കും എനിക്ക് നിന്നെ പിരിയുവാൻ കഴിയില്ല. ഒടുവിൽ സന്നിധിയിൽ ഞാൻ ആവശ്യപ്പെടുന്നു, എനിക്ക് ഭൂമിയിൽ പോകണ്ട, എൻ്റെ മകനെ കാണണ്ട. അവൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള കഴിവ് എനിക്ക് തന്നാൽ മതി. അങ്ങനെ വീണ്ടും തപസ്സിലേക്ക്. അപ്പോഴേക്കും ഞാൻ ഞെട്ടി ഉണർന്നു. അച്ചായ ഓരോന്ന് ആലോചിച്ചിടന്നിട്ടാ ഇങ്ങനത്തെ സ്വപ്നങ്ങൾ കാണുന്നത്. അതല്ല കണ്ണാ, അപ്പോൾ മുതൽ എനിക്ക് വല്ലാത്ത പേടിയാകുന്നു. അച്ഛനില്ലാത്തൊരവസ്ഥ വന്നാൽ നീ തനിച്ചാവില്ലേ? ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ട്. ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നൽ വരും. അന്ന് ആ സമയത്ത് നമുക്ക് താങ്ങാവാൻ ഒരാൾ വേണം. എനിക്ക് നീയുണ്ടായിരുന്നു. നിനക്കോ? എനിക്ക് അച്ചായ ഉണ്ടല്ലോ. നേരെ ഒരുപാടായി. വാ പോവാം. ഈ കുറച്ച് ദിവസമായി കളിയൊന്നും വേണ്ട കേട്ടോ. ശരി. മേ കമ്മിങ് സാർ? യെസ് കമ്മിങ്. എന്നെ മനസ്സിലായ സാറിന്? അതെന്ത് ചോദ്യാടോ? ഇരിക്കും മിസ്റ്റർ കണ്ണൻ. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി താനാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ മെഡിക്കൽ എത്തിക്സിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ഈ ജോലിയെ ഒരു തൊഴിൽ എന്നതിലുപരി ഒരു സേവനമായി കണക്കാക്കാനാണ് എനിക്കിഷ്ടം. പറയൂ, എന്തുണ്ട് വിശേഷം? സാറ് പറഞ്ഞ തുക കളക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഓപ്പറേഷന് ഫീസായിട്ട് എനിക്കൊന്നും വേണ്ടെന്ന്. ഇതൊരു മേജർ കേസാണ്. അയാളുടെ കോർണിയയ്ക്ക് മാത്രമല്ല കംപ്ലൈൻറ്റ്, തലച്ചോറിൽ നിന്ന് വരുന്ന പല ഞരമ്പുകളും ബ്ലോക്കാണ്. അവ ക്ലിയർ ചെയ്യണം. എന്നാലും ഇതുവരെയുള്ള എല്ലാ ടെസ്റ്റുകളിലും ഞാൻ സാറ്റിസ്ഫൈ ആണ്. സാറിൻ്റെ ഈ കോൺഫിഡൻസിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തന്നെയല്ല, എല്ലാവരും പറഞ്ഞ് അവനിലൊരു വിശ്വാസം വന്നിട്ടുണ്ട്. തീരെ പാവപ്പെട്ട കുടുംബ. അവന് കാഴ്ച കിട്ടിയാൽ അത് ഈ ജന്മത്തിലെ ഏറ്റവും ധന്യമായ നിമിഷമായിരിക്കും. എന്താടോ ഇത്? ഒരു രോഗിക്ക് ആദ്യം വേണ്ടതായ ഡോക്ടറിലുള്ള വിശ്വാസ. സത്യത്തിൽ മെഡിസിൻ മാത്രമല്ല ഒരു രോഗിക്ക് പ്രധാനം. ഈശ്വരവിശ്വാസവും ഡോക്ടറുടെ കൈപുണ്യവും എല്ലാം ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ കാഴ്ച കിട്ടില്ല എന്നുള്ളതല്ല, കാഴ്ച കിട്ടും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. പൈസ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എന്ന് വരണമെന്ന് സാറ് പറയണം. പണം മാത്രമല്ല കണ്ട നമുക്ക് ആവശ്യം. പകരം വയ്ക്കാൻ നമുക്കൊരു കണ്ണ് വേണം. ഐ ബാങ്കിൽ പലരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പെട്ടെന്നുള്ള ആവശ്യത്തിന് അത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യൂ. സാഹചര്യം ഒത്തുവന്നാൽ നമുക്ക് അന്ന് തന്നെ ഓപ്പറേഷൻ നടത്താം. ഞങ്ങൾ കാത്തിരിക്കാം. എ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഒന്നും സാറ് പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ അറിഞ്ഞട്ടെ? ഓക്കെ കണ്ണ, ഞാൻ അറിയിക്കാം. ശരി സാർ. കണ്ണാ, കണ്ണോ? ആ ഉണ്ണിയോ? കയറിയിരിക്കടാ. അച്ഛനിന്ന് പുറത്തേക്കൊന്നും പോയില്ലേ? വയ്യടാ,
കാലിനൊരു വേദന. പിന്നെ ഇന്നാവുമ്പോൾ അവനിവിടെ ഉണ്ടല്ലോ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ആ കണ്ണോ, ഡാ കണ്ണോ. ഒരു പരീക്ഷ നടത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ആ, ആ നീയെപ്പത്തി ഇന്നെന്തേ പോയില്ലേ? അതെങ്ങനെയാ? ഇന്നലെ ടിക്കറ്റ് തരാന്ന് പറഞ്ഞ് പോയ ആളല്ലേ, പിന്നെ ഞാനെങ്ങനെയാ പോവാ? അതിപ്പോൾ നാളെ എടുക്കാം. അതിലും വലിയ കാര്യങ്ങളൊന്നും നടന്നത്. നീ ഇന്ന് പണിക്ക് പോയില്ലെന്ന് അറിഞ്ഞപ്പോഴേ തോന്നിയതാ എന്തോ തടഞ്ഞിണ്ടെന്ന്. എന്നിട്ട് കയ്യും കെട്ടിയാണല്ലോ കയറി വന്നേ. കയ്യിലൊരു സഞ്ചി പോലും ഉണ്ടായിരുന്നില്ല. എപ്പോഴും കുടിക്കണം എന്നുള്ള വിചാരമുള്ള ഈ അച്ചായിക്ക്